അപ്പോൾ സ്നേഹിതന്മാരെ, ഞാനുള്ളത് കോരപ്പുഴ ബ്രിഡ്ജിൻ്റെ മുകളിലാട്ടുള്ളത്. കോരപ്പുഴ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകണ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എന്തായാലും നോക്കട്ടോ. ഇപ്പോൾ നമ്മുടെ പഴയ ഇവിടെ ഊരാളുകളിൽ നിർമ്മിച്ചിരുന്ന ഒരു ക്രാഷ് ബാരിയർ, അതൊക്കെ അന്ന് നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ. വരട്ടത് വെച്ചതൊക്കെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ. ഇനി അവരുടേതായ ഒരു ഡിവൈഡർ വെക്കാനുണ്ടാവും. യെസ്, ഇവിടെ ഡിവൈഡർ ആയിരിക്കും. രണ്ട് ഭാഗത്ത് ക്രാഷ് ബാരിയർ. ഈ ഭാഗം നമ്മുടെ ഊരാളുകളുടെ പഴയ ക്രാഷ് ബാരിയർ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ മുകളിൽ പ്രത്യേക ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പൈപ്പൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടി. എന്തെങ്കിലും ലൈനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി പോയിക്കോട്ടെ വിചാരിച്ചിട്ടായിരിക്കില്ലേ. അതൊരു പിടിക്കാനും പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. എന്താ ആവട്ടെ. അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്ത് നിന്ന് കേട്ടോ വീഡിയോ തുടങ്ങുന്നത്. ഏകദേശം ഗാഡർ എടുത്ത് വെച്ചിട്ട് ഫൈനൽ അയക്കണമെന്ന് തോന്നണോ. ഫിനിഷായോ എന്താ, കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ ഈ തലക്കിലേക്ക് 2 സ്പാന് ഗാഡർ 10 ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതവിടെ സ്ലാബ് അടിക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്ന ഡക്ക് ഷീറ്റൊക്കെ വെച്ച് കമ്പിയൊക്കെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാട്ടോ മുതൽ 32 mm നമ്മളെ കമ്പികളിലെ രാജാവ്. ഇതിലും വലിയ കമ്പി ഉണ്ടോ? ഇതിലും കൂടിയ വണ്ണം കൂടിയ കമ്പി നമ്മുടെ നിർമ്മാണ മേഖലയിലുണ്ടോ അറിയില്ല കേട്ടോ. 32 mm ആണ് ഏറ്റവും വണ്ണം കൂടുതൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലുത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ അതിലും വലിയ വർക്കുകൾ ഉണ്ടായിട്ടില്ല എന്നറിയില്ല. അപ്പോൾ ഇതാ അവിടെ കമ്പികളൊക്കെ ഇങ്ങനെ കെട്ടി ഹിന്ദിക്കാരിങ്ങനെ നമ്മളെ ഭായിമാർ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പേ ഇത് 300 മീറ്റർ ഇല്ലാതാണ് ഇത് കമൻറ്റിൽ ഒരു ഇത് വന്നത്. ഈ പാലം 300 മീറ്റർ എന്തായാലും ഉണ്ട് കേട്ടോ. കോരപ്പുഴ പാലം ഒരു 280 അതിൻ്റെ മേലോട്ട് എന്തായാലും ഉണ്ട്. നല്ലൊരു നീളം കൂടിയ പാലം തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴക്ക് കുറുകെയുള്ള പാലം ഇത് തന്നെ. വേറെ ഏതാ അറിയാവുന്നവരുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഇത് തന്നെ കേട്ടോ. ഞാൻ ഒരുപാട് പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് നമ്മൾ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അറിയില്ല, നമ്മൾ കണ്ട കാഴ്ചയിലുള്ള പറച്ചിലാട്ടോ. ഇനി അത് നീളം കൂടിയതുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിച്ചാൽ കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ സ്പാൻ ഇവിടുന്ന് വെച്ച് ഇവിടെ 3 സ്പാൻ ഗാഡർ വെച്ചിട്ടുണ്ട് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ 1, 2, 3 സ്പാന്. ഇനി 2 സ്പാൻ വെക്കാണ്ട് ഇനി ഫൈനലി 10 ഗാഡറും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോരപ്പുഴ ബ്രിഡ്ജിൻ്റെ ഏറ്റവും റിസ്ക് പിടിച്ച വർക്ക് കഴിയാൻ പോവുകയാണ്. റിസ്ക് പിടിച്ച വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ റിസ്ക് തന്നെ കേട്ടോ പാലത്തിൻ്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പം സ്ലാബ് അടിക്കില്ലേ, സ്ലാബ് അടിക്കൽ വലിയ റിസ്ക് ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ അതിന് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഡാക്ക് ഷീറ്റ് അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് പണിയെടുക്കുക. അതിന് പ്രത്യേക മെഷീനറികളോ ഹൈറ്റ് ഇടേണ്ട അങ്ങനെ ഒരു സാധനത്തിന് ആവശ്യമില്ല. അത് നമ്മൾ ജോലിക്കാരങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ ലോഞ്ചർ, കോടികൾ ചിലവ് വരുന്ന സാധനം കേട്ടോ. ഈ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ നീലസ്ഥാനം ഉണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തൂക്കി കൊണ്ടുവരും. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഇതിൻ്റെ എടുത്ത് വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓല് കാര്യമായിട്ട് എന്തോ ചെറിയൊരു ജോലിയിലാണ്. അതൊന്നും നമ്മൾ എടുക്കാൻ നിൽക്കില്ല കേട്ടോ. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവരുടെ മുഖം തൊട്ടടുത്ത് കാണിച്ചിട്ട് ചില ഭായിമാരൊക്കെ നല്ല ഭായിമാരാണ്. അവർ വീഡിയോ കാണുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന അറിയും. ഈ ഭാഗത്തുള്ള 5 ഗാഡർ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ലോഞ്ചർ അവിടേക്ക് എത്തിയില്ലേ. ഇനി ലോഞ്ചറിനെ ഈ ഭാഗം കുറച്ചുകൂടി അങ്ങോട്ട് നീക്കണം. ഈ ലോഞ്ചർ നീക്കണ കാഴ്ച നമ്മളെ വീഡിയോയിൽ മൊബൈലിൽ പെടാഞ്ഞത് കേട്ടോ. അത് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് റിസ്ക് പിടിച്ച വർക്കായതുകൊണ്ട് തന്നെ ഇവർ വളരെ ശ്രദ്ധിച്ചിട്ടാട്ടോ വർക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്ന് കാത്തുന്ന ഇന്നവർ ചിലപ്പം പല സജ്ജീകരണങ്ങളും നമ്മൾ കാണാത്ത പരിപാടികളൊക്കെ ചെയ്യാണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേക്ക് നീക്കണതൊക്കെ. അപ്പോൾ നമ്മൾ കാത്തുനിന്നാൽ നമ്മളെ പണിക്ക് പോലെ ഒന്നും നടക്കില്ല. അപ്പം എത്ര ഗാഡറായി? 1, 2, 3, 4, 5, 6, 7
8. അപ്പം നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ ഈ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ എന്താണെന്ന് നോക്കാം. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ എത്ര ഗാഡർ ഉണ്ട് എന്ന് പോലും നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ 300 മീറ്റർ എന്ന് പറഞ്ഞത് ഒരു 300 മീറ്റർ മേധം ഇട്ടത് ഈ പാലം. പക്ഷെ ഇവരെയൊക്കെ കമൻറ്റിൽ വന്നിട്ട് എന്തെങ്കിലും അവിടെ പറയുമ്പം നമുക്ക് വല്ലാതെ ടെൻഷനാവും. ഞാൻ ഏകദേശം എന്ന് പറഞ്ഞതാണ്. ഈ ഗാഡറേ ഏകദേശം അല്ല 36 മീറ്റർ നീളം കേട്ടോ ഈ ഒരു ഗാഡറിൻ്റെ. അപ്പോൾ ഒരു സ്പാൻ്റെ നീട്ടം, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ്, അങ്ങനെ വരുമ്പോൾ 37 മീറ്റർ. രണ്ട് ഗാഡറും തമ്മിൽ കണ്ടില്ലേ ഒരു മീറ്ററിൻ്റെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. സ്പേസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഈ കാണുന്ന സ്പാന് 9ാമത്തെ സ്പാനാട്ടോ, മഞ്ഞ. അത് കഴിഞ്ഞ് 10, 11, 12, 13. നോക്കാം, നമുക്ക് ഏതായാലും ആ തല വരെ പോവാം. അവിടുന്ന് എണ്ണി ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്കും വീഡിയോയിൽ ചിലപ്പം നോക്കിയാൽ സ്പീഡാക്കിയാൽ കാണാൻ പറ്റും. ഈ മെഷീൻ വെച്ച് കൊടുത്ത 9ാമത്തെ സ്പാന്, അത് കഴിഞ്ഞ് 10ാമത്തെ. ഇവിടെ എന്താ വർക്ക്, ഇതാ ഈ ട്രാക്ക് കഴിഞ്ഞ് ഇവിടുന്ന് പൊളിച്ച് പോരലായിരിക്കും അല്ലേ. ഓക്കെ, എഞ്ചിനീയറോട് ചോദിച്ചിട്ടോ. നമ്മൾ വർക്കിൻ്റെ കാഴ്ചകൾ കണ്ടോളിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിങ്ങനെ പോകാം കേട്ടോ. 14 സ്പാൻ ഉണ്ട്, 14 സ്പാൻ. അപ്പോൾ അവർ ചോദിച്ചു. പിന്നെ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് 3, 4. ഓക്കെ, 14 സ്പാൻ ഉണ്ട്. 14 സ്പാൻ എന്ന് പറഞ്ഞിട്ട് എത്ര മീറ്ററായി? 10 സ്പാൻ എന്ന് പറഞ്ഞാൽ തന്നെ 37 മീറ്റർ പറഞ്ഞിട്ട് 370. പിന്നെ 400 മീറ്ററിലേറെ നീളം കേട്ടോ. ഞാൻ നടന്ന് കുഴങ്ങി. 400 മീറ്ററിലേറെ നീളം ബ്രിഡ്ജുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? കോരപ്പുഴ ബ്രിഡ്ജ് നല്ല നീളം ഉണ്ടെന്നേ. 400 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 ബാക്കി ഒന്ന് കണക്കൂട്ടിയ കമൻറ്റിൽ വിട്ടാലിട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണക്കൂട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ നടക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ ലക്ക് ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ സ്ലാബ് മൊത്തത്തിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. അറപ്പുഴ ബ്രിഡ്ജിൻ്റെ മാതിരി പകുതിയോളം മൊത്തത്തിൽ അടിച്ചിട്ട് മൊത്തത്തിൽ അവിടെ വാർക്കുക. അതന്നെ പകുതി വാർത്ത് പിന്നെ 3 ഘട്ടമായിട്ട് അറപ്പുഴ ബ്രിഡ്ജ് വാർത്തത്. ഇതൊരു 4-5 ഘട്ടത്തിൽ ഇത് വാർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ട്രാക്കൊക്കെ നമ്മളെ ലോഞ്ചർ വന്ന ട്രാക്കൊക്കെ ഇവിടെ നിന്ന് അയച്ചങ്ങനെ പോട്ടോ. ആ ലോഞ്ചർ അവിടെ നിന്ന് തന്നെ വലിയ ക്രെയിനിൻ്റെ മുകളിൽ തൂക്കി പുറത്തേക്ക് എടുത്തേക്കുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ചുകൂടി ഉണ്ട്. ലാസ്റ്റ് ഫിനിഷിങ് ഇരുട്ടാവണവരെ വർക്കായിരിക്കില്ലേ സംഭവം. ഏകദേശം 6:30 ബാങ്ക് കൊടുക്കും കേട്ടോ. 6:30 കഴിഞ്ഞു ഫിനിഷ്. എന്തായാലും ഇവർ ഇടയ്ക്കിടയ്ക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലങ്ങളൊക്കെ ബാക്കി ടാറൊക്കെ വരുമ്പോൾ അവർ അത് ചെയ്യുന്നുണ്ട്. മറ്റുള്ള റോഡുകളിലൊക്കെ എന്തായാലും ഇവർക്ക് തന്നെ മൊത്തത്തിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാ ഏകദേശം ഫൈനൽ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ചുണ്ട് കേട്ടോ. അവിടെ 6 പ്ലെയിൻ ബ്ലോക്കാണ്. ആ പ്ലെയിൻ ബ്ലോക്ക് കുറച്ചൊന്ന് ജോയിൻ ചെയ്യാണ്ട് പിന്നെ സ്ലാബ് ഇവിടെ വാർത്ത് കഴിഞ്ഞിട്ട് അത് ജോയിൻ ചെയ്ത് മണ്ണിടുള്ളൂ കേട്ടോ. മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോരപ്പുഴ 3 വരി ഓപ്പൺ. അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പൈലിംഗ് ജോലികളൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സെൻട്രൽ ഭാഗത്തേക്ക് പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞല്ലോ. അല്ല, പൈലിംഗ് ക്യാപ്പിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി പിയർ നല്ല ഹൈറ്റിൽ വാർക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പഴയ ബ്രിഡ്ജ് ഉണ്ടല്ലോ 2 വരി, നമ്മുടെ തൊണ്ടയാട് ബ്രിഡ്ജ് പോലെ 3 വരിക്കുള്ള ഒരു സ്പേസും ഇല്ല. ഇവിടെ 2 വരി തന്നെ. ഇവിടെ പുതിയ ബ്രിഡ്ജ് ഇവിടെ വരുന്നതോടുകൂടി ചിലപ്പം ഇതെങ്ങനെ ആയിരിക്കും 3 വരിക്കുള്ള സെറ്റപ്പാണോ? അങ്ങനെയാണെങ്കിൽ നടുക്കുകൂടി സർവീസ് റോഡോ എന്തോ
3 വരിക്കുള്ള സെറ്റപ്പ് ആണോ എന്നുള്ളത് പൈലിംഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. 3 വരിപ്പാത ഇവിടെ നിന്നുണ്ട്, 6 വരിപ്പാത പുതിയ തന്നെ ആയില്ലേ. പൈലിങ് 6 അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഇത് 2 വരിക്കുള്ള ഈ സർവീസ് റോഡ് കണക്കായിട്ട് നമ്മുടെ ഈ രണ്ടാമതൊരു പാലം വരുന്നത് 3 വരിക്കുള്ള വീതിയിലാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്നേഹിതന്മാർ, ഇതൊക്കെയാണ് നമ്മുടെ കോരപ്പുഴ ഭാഗത്തുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ വീഡിയോ കുറച്ചിടൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞുങ്ങൾ, കുറച്ച് ജോലിയുടെ ഒരു തിരക്കും പിന്നെ ഒരു മരണം ഒക്കെ കൂടി ചൊറയിലാണ്. എന്തായാലും ആക്റ്റീവ് ആവട്ടോ. ആക്റ്റീവായിട്ട് എല്ലാവരുടെ അടുത്തേക്കും വീഡിയോകൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആക്റ്റീവായിട്ട് നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ വിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.